ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരങ്ങളിൽ വരാൻ പറ്റും. ഇങ്ങനൊരു അവസരങ്ങൾ വരാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിത്ര ഇന്നത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റുന്നത് നമ്മൾ എന്താണ് ഇതാപ്പം കാല് വെച്ച് വരാൻ പോകുന്ന ഒരു ജീവിതം, തീരാൻ പോകുന്ന ഒരു ജീവിതത്തിൽ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, ഒരു പുണ്യകാര്യം എന്താണോ ചെയ്യാൻ പറ്റുക, അത് ഓരോരുത്തരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേ ഉണ്ടാവുള്ളൂ. നാളെ മറ്റൊരാൾക്ക് പറയാൻ വേണ്ടിയിട്ട് അവർ ഇന്നത് ചെയ്തു, അയ്യോ അത് ഇത്ര നല്ല ആളായിരുന്നു എന്ന് പറയാൻ പറയിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഓരോരുത്തരും സഹായിക്കുക. പിന്നെ ഷീജനെ പോലെയുള്ള ആളോട് എന്താ പറയാ, എന്താണ് പറയേണ്ടത്? എന്നോട് ഒന്നും പറയാനില്ല, സ്നേഹം മാത്രം. നമ്മളെ എന്നെയും ഏട്ടനെയും പിന്നെ എൻ്റെ മോനും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോ അവന് ഒരുപാട് ആഗ്രഹമാണ്. എന്നോട് അധികം പറയും, അമ്മ നമുക്ക് ഇങ്ങനെ പോവാം, അവർക്ക് ഫുഡ് കൊടുക്കാം, നമുക്ക് അവരുടെ കൂടെ കുറേ സമയം പിന്നെ സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറയും. അപ്പം എൻ്റെ ഏട്ടനും മോനും ഞാനും കൂടി മൂന്നാളും കൂടി ഇവിടെ വരാൻ പറ്റി. ഇങ്ങനൊരു പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ പറ്റി. അതിന് വലിയ ഭാഗ്യം. മോള് വരില്ല, മോളുണ്ടായിരുന്നെങ്കിൽ അവളും കൂടി വന്നേനെ. അപ്പം എല്ലാവർക്കും നല്ലൊരു വിഷു ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നു.